ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ മക്രോണിയാണ്. ഇത് മസാലയൊന്നും ഇല്ലാത്ത അറേബ്യൻ മക്രോണി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക്. സവാള ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് വഴറ്റണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. മസാലയൊക്കെ കുറവായിരിക്കും, മസാലയെ പാടില്ല അതിനകത്ത്. നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള ആ സൂപ്പാണ് ഇടുന്നത് കേട്ടോ. ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് പച്ചമുളക് ഇടുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് പോയി കാണണം. ഇതേ ഭക്ഷണം ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മക്രോണി. അതിന് ശേഷം ഞാൻ ടൊമാറ്റോ ഇട്ട് തക്കാളി എടുത്തിട്ട് കേട്ടോ. തക്കാളി നല്ലോണം വരിഞ്ഞ് ചേരണേ. നമ്മൾ വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ട് അരിഞ്ഞ് ചേരുക. എന്നിട്ട് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം എൻ്റെ അടുത്തില്ലായിരുന്നു. റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കളർഫുള്ളായിട്ട് കാണുമ്പോൾ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഈ വെജിറ്റബിൾസ് കഴിക്കും നന്നായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ. നല്ല പോഷകമുള്ള സാധനം. നമ്മൾ മക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ മസാല ഇട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും അതിനകത്ത് ഉണ്ടാവില്ല. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ സൂപ്പാണത്. അതിനകത്ത് ഞാൻ വെറും ഗരം മസാലയും കുരുമുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ചിക്കൻ നല്ലോണം വേവിച്ചിട്ട് പിച്ചിട്ടതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിടണം. കുട്ടികൾക്ക് ആ ചിക്കൻ്റെ ഒന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഞാൻ യെല്ലോയും റെഡ് ക്യാപ്സിക്കോ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കുറേ അങ്ങ് വെന്തുടയും ചെയ്യാൻ പാടില്ല. ക്യാപ്സിക്കം ഉടഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാക്കില്ല. ഈ അറേബ്യൻ മക്രോണിയിൽ അധികവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ മക്രോണി നമ്മൾ വേവിച്ച് വെക്കണം. ഞാൻ വേവിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. മക്രോണി ഞാൻ വേവിച്ചു, അതിങ്ങനെ ഒറ്റയായിട്ട് വിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അത് നമ്മൾ വേവിച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് പച്ചവെള്ളം ടാപ്പ് തുറന്ന് ഒഴിക്കണം കേട്ടോ. അപ്പോഴതാണ് ഇങ്ങനെ സിംഗിൾ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് നമ്മളിതിന് 3-4 മുട്ട പുഴുങ്ങിയിട്ട് ആ മുട്ട പുഴുങ്ങിയത് മാറ്റി വെക്കണേ. എന്നിട്ട് ഞാനത് കരിവേപ്പില ഇട്ടു. പക്ഷെ ഇതിനകത്തേക്ക് മല്ലിയില ഇടണം. മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കളറൊക്കെ കാണണം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ്, യെല്ലോ, ഓറഞ്ച് കാണും. എന്നിട്ട് നമ്മൾ മുട്ട ഇതേപോലെ തന്നെ നടു കഷ്ണം മുറിച്ചിട്ട് മുട്ട ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് വെക്കണം കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഈജിപ്ഷ്യൻ മക്രോണി ഭയങ്കര ടേസ്റ്റാണ്. ഇതെൻ്റെ കൂടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹന്ന എന്ന് പറഞ്ഞൊരു കുട്ടി, ഈജിപ്ഷ്യൻ നേഴ്സ് ഉണ്ടായിരുന്നു. അവൾ ഉണ്ടാക്കിയതാണ് മക്രോണി. ഓക്കെ, ബൈ, താങ്ക് യു.